അങ്ങനെ അച്ഛൻ്റെ ആഗ്രഹപ്രകാരം ഞങ്ങൾ നാലമ്പല ദർശനത്തിന് പോവാണ് ഗൈസ്. ഹലോ, ഇപ്പോൾ സമയം പുലർച്ചെ 3:45 ഞങ്ങൾ നാലമ്പല ദർശനത്തിന് പോവാണെന്ന് കേട്ടോ. അപ്പോൾ രാവിലെ നിധിക്കുട്ടി നേരത്തെ എഴുന്നേറ്റിട്ട് എന്ത് ചെയ്യാണ്, സഹായിക്കുകയാണ് അപ്പനെ തന്നെ. ഉറക്കമില്ലേ? ഉറങ്ങണില്ലേ? എന്നാ ഉറങ്ങ പോയിട്ട്. ഉറക്കമില്ല. ഞങ്ങളിതെല്ലാം ഡ്രസ്സൊക്കെ റെഡിയാക്കി പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിധിക്കുട്ടി രാവിലെ നേരത്തെ എഴുന്നേറ്റിട്ട് ഒന്നും ചെയ്യാൻ അയക്കാതിരിക്കുകയാണ് ഗായ്സ്. പുലർച്ചെ 4 മണിക്കുള്ള മേക്കപ്പാണ് അമ്പലത്തിൽ പോകാൻ കേട്ടോ. സ്വന്തമായിട്ട് മേക്കപ്പൊക്കെ ചെയ്തിട്ടിരിക്കുകയാണ് നിധിക്കുട്ടി. തുറക്കണാ എവിടേക്ക് പോകണം? നമ്മൾ അമ്പാട്ടി എങ്ങനെ തൊഴുത് പറഞ്ഞു നോക്ക്. അങ്ങനെയാണ് അമ്പാട്ടി തൊഴുതുന്നത്. ഹലോ, അപ്പോൾ നമ്മളിതാ കുളിച്ചൊക്കെ റെഡിയായി അമ്പലത്തിൽ പോകാൻ വേണ്ടി കുഞ്ഞിപ്പെണ്ണ് കേട്ടോ. സമയം ഇപ്പം 5:30 ആയിട്ടുള്ളൂ. അയ്യോ, വീഴാൻ പോണു. നല്ല കുട്ടിയാണതാ. പുതിയ ചെരുപ്പൊക്കെ ഇട്ടിട്ട് കണ്ട. ഇവിടെ നിധിക്കുട്ടി പുതിയ ചെരുപ്പ് ഇവിടെ. ഒരു ചിരി ചിരിച്ച് ഹായ് പറ. ഹായ്. അപ്പോൾ നമ്മൾ ഇന്ന് നാലമ്പല ദർശനത്തിന് പോകാൻ റെഡി ആയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ തൃശ്ശൂർ. അപ്പോൾ അവിടെ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കാണാം കേട്ടോ. നമ്മുടെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കണ്ടു കഴിഞ്ഞാൽ ഒന്ന് സംസാരിക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ പൊന്നമ്മയുണ്ട്, നമ്മുടെ നിധിക്കുട്ടി ഉണ്ട്, അവിടെ വസു കുളിച്ചിട്ട് ഇങ്ങനെ കിടക്കുകയാണ് കേട്ടോ. സോ ഉണ്ട്, അമ്മമാരുണ്ട്, മേമ എവിടെ, തങ്കമ്മ ഹായ് പറി. തങ്കമ്മയുണ്ട്, അമ്മ ഹായ് പറി. അമ്മയുണ്ട്, എല്ലാവരും റെഡി ആയിട്ടുണ്ട്. പിന്നെ നമ്മുടെ കുറുമ്പം വെച്ചു റെഡി ആയിട്ടുണ്ട്. എവിടെ വെച്ച് റെഡി ആയിട്ട് വിശന്നിട്ട് ആൾ ഇഡ്ഡലി കഴിക്കുകയാണ് ഗൈസ്. അപ്പോൾ നമ്മൾ തൃശ്ശൂർ വെച്ച് കാണാം അല്ലേ. തൊഴുതാൻ പോവാണോ? ഇങ്ങനെ അമ്പാട്ടി തൊഴുതാ. ഇനി നമുക്ക് കാണിച്ചു കൊടുക്ക്. അമ്പാട്ടി തൊഴുത. ഹലോ ഗെയ്സ്, അപ്പോൾ നമ്മൾ ഇന്ന് നാലമ്പല ദർശനത്തിന് പോവുകയാണ്. അപ്പോൾ എല്ലാവരും ഉണ്ട്, വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അമ്മമാരെല്ലാവരും ഉണ്ട്. അച്ഛൻ്റെ ആഗ്രഹമായിരുന്നു. അച്ഛൻ പറഞ്ഞു അച്ഛൻ എപ്പോഴും പോകുന്നതാണ്, എല്ലാ വർഷവും ഞങ്ങളെല്ലാവരും പോകുന്നതാണ്. പിന്നെ ഇപ്രാവശ്യം അച്ഛന് വയ്യാത്തതുകൊണ്ട് ഞങ്ങൾ പോകുന്നില്ല എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. പക്ഷേ അച്ഛൻ പറഞ്ഞു ഓക്കെയാണ്, പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ അച്ഛൻ്റെ ആഗ്രഹമാണ് ഇന്ന് നമ്മൾ പോകാനുള്ള കാരണം. അല്ലെങ്കിൽ ഞങ്ങൾ ഈ വർഷം സ്കിപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചാണ്. അപ്പോൾ അച്ഛൻ പറഞ്ഞു ഓക്കെയാണെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളങ്ങനെ നാലമ്പല ദർശനത്തിന് പോകാൻ അപ്പോൾ നമ്മുടെ ഏട്ടൻ വല്യമ്മൻ്റെ മകൻ വന്നിട്ടുണ്ട്. കാറ്. അങ്ങനെ ഞങ്ങൾ നാലമ്പല ദർശനത്തിൻ്റെ യാത്രയിലാണ് ഗൈസ്. അപ്പോൾ ഞങ്ങളിതാ കുതിരാൻതുരങ്കം എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനി നേരെ അമ്പലത്തിലോട്ട് പോവാണ്. അമ്പലത്തിലെ വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ.